ചങ്ങായിക്ക് ഒരു ഫ്രാഞ്ചൈസി ഉണ്ട്, ടിം ഹോട്ടൻസ്. ടിം ഹോട്ടൻസിലെ ഫേമസ് ആണ് ഡോണറ്റ്. അപ്പൊ ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. സമയം കളയേണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി കൊണ്ട് നമുക്ക് 14 ഡോണറ്റും 14 ടിംബിറ്റ്സും ഉണ്ടാക്കാട്ടോ. 240 ml പാൽ 110 ഡിഗ്രി ഫാരനൈറ്റിൽ ചൂടാക്കാം. അതൊരു ബോളിലേക്ക് മാറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. 4.5 ടീസ്പൂൺ ഈസ്റ്റ് മിക്സ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് വയ്ക്കുക. നന്നായിട്ട് ഫ്രോത്തി ആവണം കേട്ടോ. 540 ഗ്രാം മൈദ ഒരു ബോളിലേക്ക് ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ടായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാം. 85 ഗ്രാം അതൊരു ബോളിലേക്ക് മാറ്റാം. ആ ബോളിലേക്ക് 2 മുട്ട അങ്ങോട്ട് കൊത്തി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിനുള്ളിലേക്ക് ഒരു 50 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര അങ്ങോട്ട് അലിയിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈസ്റ്റ്, നല്ല ഫ്രോത്തി ഈസ്റ്റ്, അത് ആ മിക്സിലേക്ക് ചേർക്കാം. നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ആ ഫ്ലവർ മിക്സ് അതിലേക്ക് ചേർക്കാം. അതും നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം. ഒരു ഡോ പരുവത്തിൽ കിട്ടും. അതൊരു വൃത്തിയുള്ള സർഫസിലേക്ക് മാറ്റി നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കാം. കുറച്ച് കൈയൊക്കെ വേദനിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റ് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടുള്ളത് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പൊന്തണ പോലെ അങ്ങനെ ആക്കി എടുത്ത് ഒരു ബോളിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഒന്ന് ചിറ്റിച്ച് ആ ഡോ അങ്ങോട്ട് വയ്ക്കാം. അത് കവർ ചെയ്യുക. അത് ചൂടുള്ള സ്ഥലത്ത് 1 മണിക്കൂർ അങ്ങോട്ട് വയ്ക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. ഇതേപോലെ ആ ക്ലീൻ സർഫസിലേക്ക് കുറച്ച് മൈദ തൂളി നമ്മുടെ ആ ഡോ കണ്ടോ അതങ്ങോട്ട് ഞെക്കി വെച്ച് അതിൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് വിടിയിച്ചെടുത്ത് അത് ആ നമ്മൾ മൈദയുടെ സർഫസിലേക്ക് വെക്കാം. മുകളിൽ ഇച്ചിരി മൈദ വീണ്ടും തൂളാം. ഇങ്ങനെ കണ്ട് അമർത്തി കൊടുക്കാം. അത് കഴിഞ്ഞാൽ റോളിംഗ് പിൻ വെച്ച് കുറച്ച് തിക്കായിട്ട് തന്നെ അങ്ങോട്ട് പരതത് ഇങ്ങനെ റൗണ്ടായിട്ട് ഒരു ഗ്ലാസ് കട്ടറോ ഗ്ലാസ്സോ ഞാൻ ചെയ്യണ പോലെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതേപോലെ ഡോണറ്റുകൾ കിട്ടും. ഇത് സ്റ്റഫ് ചെയ്യാനുള്ള ഡോണറ്റുകൾ നിങ്ങൾക്ക് അങ്ങനെ റെഡിയാക്കാം. ഞാൻ റിംഗ് ഡോണറ്റ് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ നിന്നും കട്ടെടുക്കുക. അങ്ങനെയും കിട്ടും. പിന്നെ ആ കുഞ്ഞ് പീസ് അതാണ് നമ്മുടെ ടിംബിറ്റ്സ്. അതെല്ലാം ട്രേയിലേക്ക് വെക്കുക. അതൊരു കിച്ചൺ ടവൽ വെച്ച് മൂട. ഒരു 30 മിനിറ്റ് അത് ചൂടുള്ള സ്ഥലത്ത് വെക്കുക. ഡോണറ്റ് ഫ്രൈ ചെയ്യുമേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഇതിന്റെ ടെമ്പറേച്ചർ ആണ് കേട്ടോ. ടെമ്പറേച്ചർ കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പോഴാണ് ആ കളർ നന്നായിട്ട് വരുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണത്. നമുക്ക് ആദ്യം തന്നെ ആ ടിംബിറ്റ്സ് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് ഫ്രൈ ആയിട്ട് സ്ലോയിലിട്ട് നന്നായിട്ട് മുരിച്ചത് അതിൻ്റെ കളർ ആയി കഴിയുമ്പോൾ അതൊന്ന് അങ്ങോട്ട് മറച്ചിട്ട് ഇതേപോലെ നല്ല ഗോൾഡൻ കളറിൽ നമുക്കതങ്ങോട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതൊരു കിച്ചൺ ടവലിലുള്ള പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതും പോയിക്കോളും. പിന്നെ നമ്മുടെ റിംഗ് ഡോണറ്റ് അതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ കളറിൽ. തീ ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഡോണറ്റിൻ്റെ ഉള്ളിൽ വേവില്ല കേട്ടോ. നമ്മുടെ ലൈഫ് ജാക്കറ്റ് പോലെ ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പറ്റിയ ഡോണറ്റ് അതും ഫ്രൈ ചെയ്ത് വയ്ക്കും. അതും മറിച്ചിടാം. ഇതേപോലെ നമുക്ക് ഗ്ലാസ് പോലെ ഡോണറ്റ് കിട്ടും. നമ്മുടെ ഡോണറ്റ് റെഡിയാണ്. ടിംബിറ്റ്സ് റെഡിയാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റഫ് ചെയ്യണമെങ്കിൽ അതും റെഡിയാണ്. അപ്പൊ നമുക്ക് ഞാൻ തന്നെ അത് കഴിച്ചു നോക്കാം. നോക്കിയേ, അതിന്റെ ഉള്ളൊക്കെ നോക്കി. കിടലായിട്ടില്ലേ? നല്ല സോഫ്റ്റ് അല്ലേ, സ്പോഞ്ചി. ഇനി ഇത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതില് മധുരം കുറവാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലേസ് വെച്ച് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ചോക്ലേറ്റോ ഷുഗർ ഗ്ലേസോ ഏത് ഗ്ലേസ് വെച്ചാണെങ്കിലും നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പെർഫെക്റ്റ് മധുരമായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടി ആഡ് ചെയ്ത് ഇതേപോലെ വേണമെങ്കിൽ ഇതേപോലെയും കഴിക്കാം. എനിക്ക് മധുരം കുറച്ച് കുറവുള്ള ആളാണ് ഞാൻ. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ തിന്നെന്താണ് എനിക്കിഷ്ടം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ.
എനിക്കൊരു കുഞ്ഞു സപ്പോർട്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ഒരു കമന്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. നമ്മുടെ ടിംബിക്സിനെ ഒരു ബോളിലേക്കാണ് ഇടാം. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഐസിങ് ഷുഗർ ഉണ്ട് ഇടാം. അത് കഴിഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കോട്ടഡ് ടിംബിക്സ് റെഡി.